അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു രക്ഷിതാക്കളുടെയും അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു ചിന്തയായിരിക്കും അവരുടെ മക്കൾ. അവരുടെ ഏറ്റവും വലിയ ജീവനായിരിക്കും അവർ. ഏറ്റവും വലിയ സ്നേഹവും മക്കളോടായിരിക്കും. അതുകൊണ്ട് തന്നെ മക്കൾ നന്നായി കാണണം, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ടുള്ള ഒരു മാതാപിതാക്കളും ഉണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ് നമ്മുടെ മക്കൾ. സ്വാലിഹായ മക്കളുള്ള രക്ഷിതാക്കൾക്ക് ദുനിയാവിൽ നിന്നും ഖബറിൽ നിന്നും ആഖിറത്തിൽ നിന്നും നല്ല സന്തോഷത്തോടു കൂടി വിജയിക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും മക്കളെ അത്തരത്തിലുള്ള മക്കളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ തന്നെ കാരണം ധാരാളം ഉപ്പമാരും ഉമ്മമാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദേ, ഞങ്ങളുടെ മക്കൾ നല്ല മാർഗത്തിലൂടെയല്ല വളരുന്നത്. ഞങ്ങൾ എന്തു തന്നെ മക്കളോട് പറഞ്ഞാലും അവർ അത് അനുസരിക്കുന്നില്ല. അവർ മോശപ്പെട്ട പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കില്ല, പരിശുദ്ധ ഖുർആൻ ഓതാൻ പറഞ്ഞാൽ ഓതില്ല. അവർ നേരം വൈകി, രാത്രി സമയങ്ങളിലൊക്കെ നേരം വൈകിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഞങ്ങൾ എന്തു പറഞ്ഞാലും അവർ ഞങ്ങളെ ആക്രമിക്കുകയാണ്, ഞങ്ങളെ വഴക്ക് പറയുകയാണ്. ഒരുപാട് ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോയി. അവൻ്റെ ഉപ്പയാണെങ്കിൽ ഇവിടെ നാട്ടിലില്ല, വളരെ വിഷമത്തിലാണ് ഉസ്താദേ. മക്കൾ നന്നാകാൻ വേണ്ടി അവരുടെ മനസ്സ് നല്ല മനസ്സായി സ്വാലിഹായ മക്കളായി വളരാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഉസ്താദേ എന്ന് ചോദിക്കുന്ന എത്രയോ ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. അവർ വളരെ വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ടായിരിക്കും അവർ പറയുന്നത്. ചില കുട്ടികളൊക്കെയുണ്ട്, മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആവശ്യത്തിന് പണം ചോദിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ഭക്ഷണം വീട്ടിൽ ഇല്ലെങ്കിലൊക്കെ അവരുടെ ആ വാശി തീർക്കാൻ വേണ്ടിയിട്ട് അവർ വീട്ടിലുള്ള ചട്ടിയും പാത്രങ്ങളൊക്കെ വലിച്ചെറിയുക, വീടിൻ്റെ ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുക കല്ലെറിഞ്ഞ്, അല്ലെങ്കിൽ വീട്ടിലുള്ള പൈപ്പ് തുറന്നിടുക, ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുക, നിലത്ത് മണ്ണിൽ കിടന്ന് ഉരുളുക, സ്കൂളിലും മദ്രസയിലും പോകാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇത്തരത്തിൽ വലിയ വാശിയും ദേഷ്യവുമൊക്കെയുള്ള സ്വഭാവമുള്ള കുട്ടികളുണ്ടാകും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമായിരിക്കും ഉണ്ടാകുക. ഇത്തരത്തിൽ ജീവിതത്തിൽ മക്കളെ കൊണ്ട് വളരെ വിഷമം അനുഭവിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും എത്ര തന്നെ ചീത്ത മക്കളാണെങ്കിലും ദുസ്വഭാവമുള്ള മക്കളാണെങ്കിലും അവരുടെ മനസ്സ് മാറി മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുകയും 5 വക്ത് നിസ്കരിക്കുകയും നല്ല ദീനീ ചിട്ടയിലൂടെ വളരുന്ന സ്വാലിഹായ മക്കളായി വളരുകയും ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മോശപ്പെട്ട രീതിയിൽ വളരുന്ന മക്കളെ 1-2 ദിവസം കൊണ്ട് നമുക്ക് അവരെ ശരിയാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം രക്ഷിതാക്കൾ നന്നാകുക എന്നതാണ്. രക്ഷിതാക്കൾ മോശപ്പെട്ട രീതിയിലാണ് അവരുടെ ജീവിതം എങ്കിൽ അതുപോലെ തന്നെ അവരുടെ മക്കളും വളരുകയുള്ളൂ. അപ്പോൾ മക്കൾ നന്നാകുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും അടിത്തറയായിട്ടുള്ള ഉപദേശവും നന്മയുടെ വാഗ്ദാനവും അത് മാതാപിതാക്കൾ നന്നാകുക എന്നത് തന്നെയാണ്. ചില വീടുകളിലൊക്കെ രക്ഷിതാക്കൾ പല സമയത്തും അടിയും പിടിയും വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ആയിരിക്കും. ഇതൊക്കെയും മക്കൾ കണ്ടു വളരുകയാണ്. മാത്രമല്ല ചില ഉപ്പമാരൊക്കെയുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ.
അവർ മക്കളുടെ മുന്നിൽ വെച്ച് സിഗരറ്റ് കത്തിക്കുക, പാതിരാ സമയത്ത് ലഹരിക്ക് മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരിക, ദിവസങ്ങളോളം കുളിക്കാതെയും നിസ്കരിക്കാതെയും ജോലിക്ക് പോവാതെയുമൊക്കെ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള സ്വഭാവശീലമുള്ള രക്ഷിതാക്കളുടെ മക്കളും ഇത് കണ്ടു തന്നെയാണ് വളരുക. ഈ ഒരു മോശപ്പെട്ട ജീവിത രീതി നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ ജീവിതത്തിൽ നിന്നും മാറ്റണം. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും നല്ല മക്കളാവുകയുള്ളൂ. മക്കൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രക്ഷിതാക്കളും എല്ലാ 5 വക്തും നിസ്കരിച്ച് നല്ല ഇസ്ലാം ചിട്ടയോടുകൂടി നല്ല കുടുംബബന്ധം പുലർത്തി നല്ല സ്നേഹത്തോടുകൂടി ജീവിക്കുക. മാത്രമല്ല, രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും അവരുടെ പൊരുത്തം നമ്മൾ നേടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മുടെ പൊരുത്തം ആഗ്രഹിക്കുന്ന മക്കളെ പകരം നൽകുമെന്ന് സയ്യിദിന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു തആല വഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളും നിങ്ങളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുക. മാത്രമല്ല, അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്ത് അവരെ നല്ലതുപോലെ നോക്കുകയും വേണം. എന്നാൽ ഇത് കണ്ട് വളരുന്ന നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കുകയും നമ്മെ സ്നേഹിക്കുകയും അവരുടെ ദുആ നമുക്ക് ലഭിക്കുകയും അവർ നല്ല മക്കളായി വളരുകയും ചെയ്യും. ഇതെല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഇത് കേൾക്കുന്ന ചില മാതാപിതാക്കൾ കരുതുന്നുണ്ടാകും, ഉസ്താദ് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മക്കൾ നല്ല മക്കളാകാത്തത്, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ജീവിത രീതി കണ്ട് വളരാത്തത് എന്താണ് എന്ന് ചിന്തിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത്. ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് മാർഗങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇനി പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ രക്ഷിതാക്കളും നിങ്ങളുടെ മക്കൾക്ക് ഇസ്ലാം ദീൻ പഠിക്കാനുള്ള, മതപരമായിട്ടുള്ള അറിവ് പഠിക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അല്ലാത്ത പക്ഷം ചീത്ത സ്വഭാവത്തോടു കൂടി വളർന്ന നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിൽക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ മക്കൾ വിളിച്ചു പറയും, പടച്ചവനെ, നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്യാഞ്ഞത്, ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ ഞാൻ ജീവിക്കാഞ്ഞത്, എനിക്ക് എന്താണ് ഇസ്ലാം എന്ന് അറിയില്ലായിരുന്നു, എൻ്റെ ഉപ്പയും ഉമ്മയും ഇസ്ലാം ദീൻ എനിക്ക് പഠിപ്പിച്ചു തന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത് റബ്ബേ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് എടുക്കുകയും ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുമായിരുന്നു എന്ന് മക്കൾ അള്ളാഹുവിനോട് പറയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിർബന്ധമായിട്ടും നിങ്ങളുടെ മക്കൾക്ക് ദീനി അറിവുകൾ പഠിക്കാനുള്ള വഴികൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുക. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ഹറാമിൻ്റെ ഭക്ഷണം നൽകാതിരിക്കുക. നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ ഭാര്യ മക്കളോ കുടുംബത്തിലെ ആരും തന്നെ ആയിക്കോട്ടെ, ഹറാമിൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടമാകാൻ, പരാജയത്തിലാക്കാൻ അത് കാരണമാകും.
അതുകൊണ്ട് ഹലാലായ ഭക്ഷണം കഴിക്കുക. അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഹലാലായ ഭക്ഷണം മാത്രം നൽകുക. രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ ഒരിക്കലും ശപിക്കാതിരിക്കുക. മക്കൾ എന്തെങ്കിലും നമുക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ ആ സമയത്ത് തമാശയിൽ പോലും നമ്മൾ നീ ശപിച്ചു പോവുമടാ, നീ ഒരിക്കലും നന്നാകില്ല, നീ നശിക്കുമടാ എന്നൊന്നും പറയാതിരിക്കുക. കാരണം രക്ഷിതാക്കൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഉമ്മ ഇങ്ങനെയുള്ള ഒരു വാക്ക് തമാശയിൽ പോലും പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു തആല ആ മക്കൾക്ക് പിന്നീട് ദുനിയാവിലും ആഖിറത്തിലും വലിയ പരാജയമായിരിക്കും കൊടുക്കുക. മക്കൾ ദുനിയാവിൽ എന്ത് തന്നെ തുടങ്ങിയാലും എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്നിലും ബറക്കത്തുണ്ടാകില്ല. എല്ലാത്തിലും വലിയ പരാജയങ്ങളും നഷ്ടങ്ങളുമായിരിക്കും ഉണ്ടാകുക. ജീവിതത്തിൽ പരാജയപ്പെടുന്ന 80% മക്കളും ഉമ്മയുടെ ശപിക്കപ്പെട്ട വാക്കുകൾ കാരണമാണ്. മക്കളെക്കുറിച്ച് ഉമ്മമാർ നല്ലത് പറഞ്ഞാൽ ആ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നതാണ്. മറിച്ച് മക്കളെക്കുറിച്ച് മോശപ്പെട്ട വാക്കുകളാണ് ഉമ്മമാർ പറയുന്നതെങ്കിൽ ആ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ടു പോകുന്നതാണ്. ഉമ്മയുടെ വാക്കും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയില്ല. അതായത് ഉമ്മയുടെ ഓരോ വാക്കുകളും അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ കബൂൽ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി എടുക്കുന്നതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ മക്കളും രക്ഷിതാക്കളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ശപിക്കപ്പെട്ട വാക്കുകൾ കേൾക്കാനിടയാക്കുന്ന അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. എല്ലാ മക്കളും മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ നല്ലതുപോലെ നോക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് അള്ളാഹുവിന് ധാരാളം ഇബാദത്തെടുത്ത് നല്ല മക്കളായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും മക്കൾ നല്ല മക്കളായി വളരാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മക്കൾ നല്ല മക്കളാകുവാനും നല്ല ദീനീ ബോധമുള്ള മക്കളാകുവാനും രക്ഷിതാക്കൾ ഓതേണ്ട സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ മക്കളെ ഒരിക്കലും മഗ്‌രിബിൻ്റെ ശേഷം പുറത്തിറക്കാൻ പാടില്ല. ആ സമയത്ത് മക്കളെ പുറത്തിറക്കിയാൽ മക്കളുടെ ബുദ്ധി നശിക്കാൻ അത് കാരണമാകും. കാരണം ആ സമയത്ത് ധാരാളം പിശാചുക്കൾ പുറത്തിറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ഒരിക്കലും മഗ്‌രിബിൻ്റെ ശേഷം നിങ്ങൾ കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല. ഇനി നമ്മുടെ കുട്ടികൾ അനുസരണയുള്ള ദീനീബോധമുള്ള നല്ല മക്കളായി വളരാൻ രക്ഷിതാക്കൾ ഓതേണ്ട സൂറത്താണ് സൂറത്തു ശംസ്. ഈ സൂറത്ത് നിങ്ങൾ 7 പ്രാവശ്യം മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് ഓതുക. ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നതിൻ്റെ മുമ്പായിട്ട് മക്കൾ നല്ല മക്കളാകണം, അനുസരണയുള്ള മക്കളാകണം, ദീനീബോധമുള്ള മക്കളാകണം എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ടിട്ട് വേണം ഈ സൂറത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതാൻ. ഈ രീതിയിൽ മാതാപിതാക്കൾ ഈ സൂറത്ത് പതിവായി ഓതിയാൽ നിങ്ങളുടെ മക്കൾ നല്ല അനുസരണയുള്ള മക്കളായി നല്ല സ്വാലിഹായ മക്കളായി വളരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹായ മക്കളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.